ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് ആം ആദ്മി പാർട്ടി ഏറ്റുവാങ്ങിയത്. BJP 27 വർഷങ്ങൾക്ക് ശേഷം അധികാരം തിരിച്ചുപിടിച്ചു. 48 സീറ്റുകൾ നേടി BJP അധികാരത്തിലെത്തുകയും വനിതാ മുഖ്യമന്ത്രി BJPക്ക് ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്ത് ഉള്ളത് ഇപ്പോൾ തലസ്ഥാന നഗരമായിട്ടുള്ള ഇന്ത്യയുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ തന്നെയാണ്, രേഖ ഗുപ്ത. എന്നാൽ പ്രതിപക്ഷ നേതാവും വനിതയാണ് എന്നുള്ളത് ഡൽഹി നിയമസഭയുടെ പ്രത്യേകത തന്നെയാണ്. അതായത് മുഖ്യമന്ത്രി രേഖ ഗുപ്ത, പ്രതിപക്ഷ നേതാവ് അതിഷി മാർലേന. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കറിയാം, കൽക്കാജി മണ്ഡലത്തിൽ വാശിയേറിയ ത്രികോണ മത്സരമായിരിക്കും എന്നൊരു ഫീലാണ്, ഒരു പ്രതീതിയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. അതിഷി മാർലേനയെ തോൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീരവാദം മുഴക്കി BJPയുടെ രമേശ് ബിധൂരി വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ ഇറക്കിവിട്ടു. പ്രിയങ്ക ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നു. താൻ വിജയിച്ചാൽ ഓരോ തെരുവോരങ്ങളിലും അവിടുത്തെ റോഡ് വികസനം കൃത്യമായും പ്രിയങ്ക ഗാന്ധിയുടെ മുഖസൗന്ദര്യം പോലെ ആക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതി, വലിയ തോതിൽ അംഗപ്രത്യയ വർണ്ണനകൾ വരെ നടത്തിയ മോശം പരാമർശത്തിൻ്റെ പേരിൽ ഏറെ പഴി കേട്ടതാണ് രമേശ് ബിധൂരി. അൽക്കാലാംബ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് കൽക്കാജിയിൽ മത്സരിച്ചതെങ്കിലും വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അൽക്കാലാംബ വളരെ ദയനീയമായി 3ാം സ്ഥാനത്തേക്ക് പോവുകയും 3500ഓളം വോട്ടുകൾക്ക് അതിഷി വിജയിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 22ഓളം MLA-മാരുള്ള ആം ആദ്മിയിൽ മുഖ്യ പ്രതിപക്ഷ സ്ഥാനം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടേക്കാം എന്ന പ്രതീതിയാണ്. അതിന് കാരണമാകുന്നത് BJPയിലേക്ക് പോയ മുൻ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിയായിരുന്ന കൈലാഷ് ഗെലോട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്, നിലവിൽ നിരവധി MLA-മാർ ആം ആദ്മി വിട്ട് BJPയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണ്. നമുക്കറിയാം, 22 MLA-മാരിൽ 11 അതിൽ കൂടുതലോ MLA-മാർ BJPയിലേക്ക് എത്തിയാൽ കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വരില്ല. അങ്ങനെ വന്നാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് പോലും വേണ്ടി വരില്ല ആം ആദ്മിയിൽ നിന്ന് BJPയിലേക്ക് പോകാൻ. അങ്ങനെ സംഭവിച്ചാൽ പ്രതിപക്ഷ നേതൃപദവി വരെ നഷ്ടപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് അതിഷി മാർലേനയ്ക്ക്. നിലവിൽ മത്സരിച്ച് വിജയിച്ചത് 48 സീറ്റാണെങ്കിലും വളരെ വൈകാതെ തന്നെ ഡൽഹി അസംബ്ലിയിൽ 60 അതിൽ കൂടുതലോ സീറ്റ് BJP കൃത്യമായി ചാക്കിട്ട് പിടുത്തത്തിലൂടെ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരുമ്പോൾ കെജ്രിവാൾ ഒന്നുകൂടി ഭയക്കുകയാണ്. തൻ്റെ അടിവേര് വരെ തോണ്ടിയെടുക്കാനാണ് നരേന്ദ്രമോദിയുടെ തീവ്രമായ ശ്രമം. അതിന് വളം വെച്ച് കൊടുക്കുന്ന എല്ലാ പരിപാടികളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്, രേഖ ഗുപ്തയുടെ ഭരണത്തെ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് എന്നാണ് ഇപ്പോൾ കെജ്രിവാൾ കൃത്യമായി മാധ്യമങ്ങളിലൂടെ ആരോപിക്കുന്നത്. അതൊരു പരിധിവരെ ശരിവെക്കുന്ന തരത്തിലാണ് രേഖ ഗുപ്തയുടെ ഓരോ വാക്കുകളും.